എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. തിരുവനന്തപുരംകാരുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങാക്കായ് ചേർത്തുള്ള ഒരു ഫിഷ് കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഇവിടെ നല്ല ഈ മീനാണ്, കിളിമീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലേക്ക് ഇതിന് പല പേരിലായിരിക്കും അറിയുന്നുണ്ടാവുക. നമ്മളിവിടെ പുയ്യാപ്ലക്കോര അല്ലെങ്കിൽ കിളിമീൻ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഈ മീൻ നല്ല രുചികരമായിട്ടുള്ളൊരു കറി, ഇത് തേങ്ങ അരച്ചിട്ടും ഇതേ കറി തന്നെ വെക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ തേങ്ങ അരയ്ക്കാത്ത ഒരു മുളക് കറിയാണ് വെക്കുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. ഈ ഓരോ മുരിങ്ങാക്കായ്ക്കും നല്ല പോലെ തന്നെ ഫിഷിൻ്റെ ഒരു രുചി, നല്ല പോലെ ഫിഷിൻ്റെ രുചി പിടിച്ചിട്ടുള്ള ഒരു അസൽ സൂപ്പറായിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തയ്യാറാക്കാൻ വേണ്ടി പച്ചമുളക്, തക്കാളി, ഇഞ്ചി, അതുപോലെ തന്നെ കുടംപുളി, കറിവേപ്പില, ചെറിയുള്ളി, അതേപോലെ നമുക്ക് വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. രുചീൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല. പിന്നെ നമ്മളിതിലേക്കൊരു താളിപ്പ് വേണം. താളിപ്പിന് വേണ്ടിയിട്ട് ഒരു പിടി ഉള്ളി ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ 2 മുരിങ്ങാക്കായാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ തോലൊക്കെ ഒന്ന് തോലൊക്കെ അടർത്തി കളഞ്ഞ് നല്ല രീതിയിൽ മുറിച്ച് ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിഷിൻ്റെ രുചി ഈ ഒരു മുരിങ്ങാക്കായിലേക്ക് മുഴുവനായിട്ട് നല്ല രീതിയിൽ തന്നെ പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് പൊളിച്ചിട്ടിടുന്നത് കേട്ടോ. അപ്പോൾ ഒരു മുരിങ്ങാക്കായി നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പോലെ മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പിളർന്നിടണം കേട്ടോ. എന്നാലായിരിക്കും ആ ഫിഷിൻ്റെ രുചിയൊക്കെ ഇതിലേക്ക് കയറുണ്ടാവുള്ളൂ. അപ്പോൾ 2 മുരിങ്ങക്കായാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം ചെറിയ രൂപത്തിലൊന്ന് ചെയ്ത് നോക്കൂ. ഇഷ്ടമാവാതിരിക്കാൻ വഴിയില്ല. അത്രയും സിമ്പിളാണ്, അത്രയും രുചികരമാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ സാധനങ്ങളെല്ലാം അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചട്ടി എടുത്തു. മൺചട്ടിയിൽ തയ്യാറാക്കണം മീൻ കറിയൊക്കെ, എന്നാൽ മാത്രമായിരിക്കും അതിൻ്റെ ഒരു യഥാർത്ഥ രുചി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കടുക്, ഉലുവ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകും ഒരു 10-15 ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേർത്ത് കൊടുത്ത എല്ലാം തന്നെ നല്ല രീതിക്കൊന്ന് വഴണ്ട് വരട്ടെ. അതുവരെ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് നല്ല രീതിക്കൊന്ന് വഴട്ടിയെടുക്കണം കേട്ടോ. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് കുറ്റിയൊക്കെ ആവശ്യത്തിന് കിട്ടുന്നൊക്കെ ഉണ്ട്. എന്നാലും വിറകുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിറകടുപ്പിലാണ് അത്യാവശ്യം പാചകമൊക്കെ നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് ഞാനിതൊന്ന് വഴട്ടിയെടുക്കുവാണ് ചട്ടിയിൽ വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമ്മളൊരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴണ്ട് വരട്ടെ. നല്ല രീതിയിൽ അത് വഴണ്ട് വരുന്നവരെ ചെറിയ തീയിലിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ വിറകടുപ്പിൽ പാചകം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ മൺചട്ടിയിൽ വിറകടുപ്പിൽ പാചകം ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതിൽ ചേർത്ത് എടുക്കുന്നതെല്ലാം തന്നെ മുരിയിച്ചെടുത്താലാണ് അതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ കറിക്ക് ആവശ്യത്തിന് ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഞാനൊന്ന് പൊടികളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം വാടി വന്നപ്പോൾ നമ്മൾ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തക്കാളി ഇതുപോലെ വട്ടത്തിലാണ് കട്ട് ചെയ്തത്. ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു തക്കാളീൻ്റെ തോല് നമ്മൾ ചെറിയ പീസായി കട്ട് ചെയ്തിടുമ്പോൾ നമ്മളത് അറിയാതെ തന്നെ ആ തോലൊക്കെ നമ്മൾ കഴിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിടുമ്പോൾ അത് നല്ല രീതിയിൽ തക്കാളി വഴണ്ട് വരുമ്പോഴത്തേക്ക് ആ തോൽ അതിൽ നിന്ന് നീളത്തിൽ തന്നെ പറഞ്ഞു പോകുന്ന കിടപ്പുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒരു ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഇനിയിപ്പോൾ കറി ആയതിന് ശേഷമാണെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് കിട്ടിയാലും അതങ്ങനെ എടുത്ത് കളയാൻ എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ടിപ്പാണ്. അപ്പോൾ അതുപോലെ ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നത് കണ്ടില്ലേ. അപ്പോൾ അതിലെ തക്കാളിൻ്റെ തോല് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് അതങ്ങ് കളഞ്ഞാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തക്കാളി നമ്മൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തിടുന്നത് കേട്ടോ. അപ്പോൾ തക്കാളി ഒന്നും അധികം വേവില്ല, നല്ല രീതിയിൽ തന്നെ ചട്ടി ചൂടായതുകൊണ്ട് തന്നെ നല്ലോണം ഫ്രൈ ആയി വന്ന് നമ്മൾ ചേർത്തതെല്ലാം തന്നെ. അപ്പോൾ അത്ര മതിയാവും. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചേർത്ത് കൊടുത്ത മസാലകളെല്ലാം തന്നെ നല്ല രീതിയിൽ ഈ ചട്ടിയിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഫ്രൈ ആവുന്ന വരെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട്
എന്താണ് കരിയാതെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ നമ്മളുടെ ഈ കറി അതിനിപ്പോൾ നമ്മൾ മീൻ കറി വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റ് പാചകം ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മൾ പാചകം ചെയ്യുന്നതെന്നല്ല, അപ്പോൾ അതിൻ്റെ ഒരു സമയം എടുത്തിട്ട് ആ ഒരു കുക്കിംഗ് പ്രോസസ്സ് അങ്ങനെ നല്ല രീതിയിൽ നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേ ഞാൻ നല്ല രീതിയിൽ പൊടിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ. മിൽട്ടൻ്റെ നല്ല രീതിയിൽ തന്നെ നല്ല എന്താ പറയുക ചൂടുവെള്ളവും അതുപോലെ തന്നെ തണുത്ത വെള്ളവും ഒക്കെ വെക്കാൻ പറ്റും. ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം വരെയൊക്കെ അതിൽ ചൂട് നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാത്രമാണ്. അത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പിന്നെ ഈ പാത്രം മേടിച്ചോളൂ കേട്ടോ. നല്ല അടിപൊളി പാത്രമാണ്. നമുക്ക് ഇങ്ങനെ കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് തന്നെ ചൂടുവെള്ളം നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അതിലേക്കൊക്കെ ചേർക്കാനും പിന്നെ നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിന് ചൂടുവെള്ളമൊക്കെ കുടിക്കാനൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു പാത്രമാണ്. അപ്പോൾ അത് വേണമെന്നുള്ളവർ മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ അതേ ഞാൻ ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് തിക്നെസ് എത്രത്തോളം വേണം എന്നുള്ളത് നോക്കുക. എന്നതിന് ശേഷം കുറച്ചും കൂടി നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കൂട്ടി കൊടുത്തോളൂ. നല്ല രീതിക്ക് തിളയ്ക്കുമ്പോൾ ആണ് നമ്മളിതിലേക്ക് ഫിഷ് ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു കറിയിലേക്ക് നമ്മളിപ്പോൾ തന്നെ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു, പൊടികളെല്ലാം ഫ്രൈ ചെയ്ത് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു, ഉപ്പും ചേർത്ത് കൊടുത്തു, നല്ല രീതിക്ക് ഇളക്കിയെടുത്ത് അതിന് ശേഷം നമ്മളിതിലേക്ക് മുരിങ്ങാക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുരിങ്ങാക്കായ ഇതിൽ കിടന്നിട്ട് നല്ല രീതിയിൽ തിളച്ച് കുറച്ച് നേരം ഒരു 1/4 ഭാഗം മുരിങ്ങാക്കായ് വേവാവുന്ന സമയത്ത് മാത്രമാണ് നമ്മളിതിലേക്ക് മീനും അതുപോലെ തന്നെ പുളിയും കൂടി ചേർക്കുള്ളൂ കേട്ടോ. കാരണം എന്താ, പുളി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു മുരിങ്ങാക്കായ് വേവില്ല. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ ട്രൈ ചെയ്യുന്നവർ കേട്ടോ. അപ്പോൾ അതേ കുറച്ച് നേരം തിളച്ച് നമ്മളുടെ കറി അത്യാവശ്യം മുരിങ്ങാക്കായൊക്കെ ഒന്ന് വെന്ത് വരുന്ന ടൈമിലാണ് നമ്മളിനിയിപ്പോൾ പുളി ചേർത്ത് കൊടുക്കുന്നത്. പുളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് വേവട്ടെ. കറി അത്യാവശ്യം വെന്ത് ഈ ഒരു മുരിങ്ങാക്കായിലേക്ക് എരിവും ഒക്കെ ഒന്ന് പിടിച്ചൊന്ന് വരുന്ന ടൈമിൽ ആണ് നമ്മളിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വേവാത്തത് കൊണ്ടാണ്. പുളി തട്ടിക്കഴിഞ്ഞാൽ മുരിങ്ങാക്കായ അതുപോലെ തന്നെ കിടക്കും. അപ്പോൾ അത് അത്യാവശ്യം നമ്മൾ നോക്കുമ്പോഴേക്കും ഒരു 5-6 മിനിറ്റ് ഒന്ന് വെന്തപ്പോഴേക്കും നമ്മുടെ മുരിങ്ങാക്കായ ഒരു 1/4 ഭാഗം വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മളിതിലേക്ക് പുളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പുളിയും കൂടി ചേർത്ത് ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണ് ഇനി അടുത്തത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെക്കുന്ന കറിയിലേക്ക് നമ്മൾ വേണമെങ്കിൽ ഈ അരപ്പുകളെല്ലാം തേങ്ങയും കൂടി ചേർത്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷവും മുരിങ്ങാക്കായും കൂടി ചേർത്ത് അങ്ങനെ ഈ കറി തയ്യാറാക്കാം കേട്ടോ. അതും നല്ല അസൽ കറിയാണ്. അങ്ങനെയാണെങ്കിലും മുരിങ്ങാക്കായ്ക്ക് നല്ല രുചിയാണ്. ഇതിപ്പോൾ തേങ്ങ അരയ്ക്കാതെ വെച്ചു എന്ന് വെച്ചിട്ട് രുചിക്ക് ഡിഫറൻസ് ഒന്നുമില്ല എങ്കിൽ കൂടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ തിരുവനന്തപുരം ഭാഗത്ത് അതുപോലെ തന്നെ കോട്ടയം ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ മീൻ കറിയിലേക്ക് പിന്നെ അതിപ്പോൾ നമ്മൾ മത്തിക്കറീൻ്റെ കൂടെ അതുപോലെ തന്നെ കഷ്ണം മീനിൻ്റെ കൂടെ പിന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് നമ്മളുടെ പ്രോൺസിൻ്റെ കൂടെയാണ് കേട്ടോ മുരിങ്ങക്കായ് കണ്ടിട്ടുള്ളത്. പ്രോൺസിൻ്റെ കൂടെ മുരിങ്ങക്കായ് ഇട്ടുള്ള കറി അത് ഞാൻ മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാലും മതി. അതും നല്ല രുചികരമായിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ചാറും എല്ലാം ഉണ്ട്. ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ മീനിന് അധികം വേവില്ല. ഇനിയിപ്പോൾ ഒരുപാട് സ്പൂണോ തവിയോ ഒന്നും ഇട്ട് ഇളക്കി ഈ മീൻ പൊടിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. ഇനിയിപ്പോൾ അത്യാവശ്യത്തിന് തീയൊക്കെ കത്തുന്നുണ്ട്. നല്ല രീതിയിൽ ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഈ തീയിലിരുന്നിട്ട് ഒന്നുകൂടി ചാറ് കുറുകി നമ്മളുടെ മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ളൊരു സ്പൂൺ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്യണം. അല്ലാതെ വലിയ തവിയോ സ്പൂണോ ഒന്നും ഇട്ടിട്ട് ഇളക്കി മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വെന്ത് വരുമ്പോൾ ഈ മീൻ ഇളകി വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇളക്കരുതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി കൊടുക്കുക. മീനിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണം, ആ ചാറിൻ്റെയൊക്കെ പരുവം കറക്റ്റായോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളതിലേക്ക് പുളി പിടിച്ചിട്ടുണ്ടോ, ഉപ്പ് കുറവുണ്ടോ, അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക. എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിൽ ആദ്യം തന്നെ നല്ല രീതിയിൽ നമ്മൾ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നല്ല രീതിയിൽ ഇഞ്ചിയൊക്കെ വഴട്ടിയെടുത്തത് വെളിച്ചെണ്ണ ചേർത്ത് വഴട്ടിയത് കൊണ്ട് തന്നെ
ഇനിയിപ്പോൾ നമ്മൾ താളിച്ച് ചേർക്കുന്നില്ല. അപ്പോൾ അതിന് പകരം കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരല്പം എന്താ പറയുക കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇതോടുകൂടി കറി പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങാക്കായ് ചേർത്തുള്ള കിളിമീൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അസ്സലായിട്ടുള്ള രുചിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.